മൊബൈൽ ഫോണിൻ്റെ വിലയ്ക്കൊരു മിറർലെസ് ക്യാമറ. ഞാൻ Ptmilton, ഇത് Miltography. ഹലോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. മൊബൈലിൽ ഫോട്ടോസും വീഡിയോസും എടുത്ത് മടുത്തു. ഒരു ക്യാമറ വാങ്ങിയാലോ? ചുമ്മാ ഒരു ക്യാമറ വാങ്ങിയാൽ മതിയോ? ആ ക്യാമറയിൽ വീഡിയോയും ഫോട്ടോസും എടുക്കണ്ടേ? നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിലെ ലെൻസുകൾ മാറി മാറി ഉപയോഗിക്കണ്ടേ? വീഡിയോയിൽ 4K റെസൊല്യൂഷനും പിന്നെ നല്ല കിടു സ്ലോ മോഷനും, തകർപ്പൻ ഓട്ടോഫോക്കസ് സംവിധാനം, എന്നാലോ നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയും. എന്താ വൻ പൊളിയല്ലേ? നമ്മളിന്ന് പരിചയപ്പെടുന്നത് അങ്ങനത്തെ ഒരു ക്യാമറയാണ്, നിക്കോൺ Z30. $21 മെഗാപിക്സലിൽ APS-C CMOS സെൻസറോട് കൂടിയാണ് ഈ ക്യാമറ പുറത്തിറങ്ങുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ക്യാമറയുടെ സെൻസറിനേക്കാൾ ഏകദേശം ഒരു 14 ഇരട്ടി വലുപ്പമുള്ളൊരു സെൻസറാണ് ഈ ക്യാമറയിലുള്ളത്. 4Kയിൽ 30 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഫുൾ HDയിൽ 120 ഫ്രെയിം വരെ ഷൂട്ട് ചെയ്ത് നല്ല കിടുക്കാച്ചി സ്ലോ മോഷൻ വീഡിയോകൾ ചെയ്തിട്ട് ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകളും വാരിക്കൂട്ടാം. 4Kയിലും HDയിലും ക്രോപ്പ് ഇല്ലാതെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ശംഖുമുഖത്താണ് നിൽക്കുന്നത്. പഴയ പോലെ കടപ്പുറമൊന്നുമില്ല, കടലേറിയും റോഡ് പൊട്ടി. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് നിക്കോൺ ഈ ക്യാമറ പുറത്തിറക്കിയിരിക്കുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാമറ വിലയിലും ആ കോമ്പാക്ട്നെസ് കാണിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞൻ ക്യാമറയാണെങ്കിലും വലിയ നല്ല ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് കയ്യിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നുണ്ട്. 350 ഗ്രാം ഭാരമാണ് ലെൻസ് ഇല്ലാതെ ഈ ക്യാമറയ്ക്കുള്ളത്. കൺഫ്യൂഷനുകളൊന്നുമില്ലാതെ തന്നെ വളരെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കുന്ന രീതിയിലാണ് ഡയലുകൾ കൊടുത്തിരിക്കുന്നത്. ISO, എക്സ്പോഷർ, ഓൺ ഓഫ് സ്വിച്ച്, ഷട്ടർ റിലീസ് ബട്ടൺ, വീഡിയോ റെക്കോർഡിംഗ് ബട്ടൺ, ഒരു കമാൻഡ് ഡയൽ എന്നിങ്ങനെയാണ് മുകൾ ഭാഗത്തെ ബട്ടണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ ലെൻസിൻ്റെ സൈഡിലായി 2 കസ്റ്റമൈസ് ചെയ്യാവുന്ന ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഗ്രിപ്പിൻ്റെ മുകളിലായി കൃത്യമായി വിരൽ കൊണ്ട് ക്രമീകരിക്കാവുന്ന രീതിയിൽ തന്നെ രണ്ടാമത്തെ കമാൻഡ് ഡയൽ കൂടി കൊടുത്തിരിക്കുന്നു. പുറകുവശത്തായി ടൈമർ, ഡിലീറ്റ് ബട്ടണുകളും വീഡിയോ മോഡും സ്റ്റിൽ മോഡും സെലക്ട് ചെയ്യുന്നതിനായി ഒരു റൗണ്ട് സ്വിച്ചും അതിനകത്തായി ഡിസ്പ്ലേ ബട്ടണും ക്രമീകരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് AF ലോക്ക് ബട്ടൺ, പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട ക്വിക്ക് മെനു ഓപ്ഷനായി നിക്കോണിൻ്റെ I ബട്ടണും അതിന് താഴെയായി കൊടുത്തിരിക്കുന്നു. കൺട്രോൾ ഡയൽ, സൂം ഔട്ട്, പ്ലേബാക്ക് ബട്ടണുകളും കൊടുത്തിട്ടുണ്ട്. മൈക്രോ HDMI, USB Type-C, 3.5mm മൈക്ക് ഇൻപുട്ട് ജാക്ക് എന്നിവയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ. ക്യാമറയ്ക്ക് മുകളിലായി ഇൻബിൽഡ് സ്റ്റീരിയോ മൈക്രോഫോണുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് മെനുവിൽ വൈഡ് റേഞ്ച്, വോക്കൽ റേഞ്ച് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. വൈഡ് റേഞ്ച് ആംബിയൻസ് ഷൂട്ട് ചെയ്യുന്നതിനും വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ മൈക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ വോക്കൽ റേഞ്ചും ഉപയോഗിക്കാം. മുഴുവനായി തുറന്ന് മുകളിലേക്കും പുറകിലേക്കും മുന്നിലേക്കും താഴേക്കും തിരിക്കാവുന്ന 3 ഇഞ്ച് വലുപ്പമുള്ള ടച്ച് സ്ക്രീൻ LED ഡിസ്പ്ലേ ആണ് ഈ ക്യാമറയ്ക്കുള്ളത്. വ്ളോഗ് ചെയ്യുമ്പോൾ ക്യാമറ റെക്കോർഡിങ്ങിൽ തന്നെയാണെന്ന് നമുക്കും കാണുന്നവർക്കും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ടാലി ലൈറ്റ്, 20 ക്രിയേറ്റീവ് പിക്ചർ കൺട്രോളുകൾ ഈ ക്യാമറയിലുണ്ട്. ഓട്ടോ ഫോക്കസ് സംവിധാനം വളരെ മികച്ച പെർഫോമൻസ് ആണ്. ഹായ്, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 97 കിലോമീറ്റർ അകലെ മരുത്തോമല എന്നൊരു സ്പോട്ടിലാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്, ഒരുപാട് ദൂരം എത്താനുണ്ട്. അപ്പോൾ കാണാം. ഹ്യൂമൻ ആൻഡ് ആനിമൽ ഐ ഡിറ്റക്ഷൻ കൂടിയുള്ളത് കൊണ്ട് ആ ഫോക്കസിൻ്റെ തലവേദന മറന്ന് ചെയ്യുന്ന കണ്ടന്റിൽ കുറേ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഹൈ റെസൊല്യൂഷനുള്ള ഒരു വെബ് ക്യാമായും ഈ ക്യാമറ ഉപയോഗിക്കാം. ഫുൾ HDയിൽ ലൈവ് സ്ട്രീം ചെയ്യാം. EN-EL25 ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ 330 ഫോട്ടോസും 125 മിനിറ്റ് വരെ തുടർച്ചയായി ഫുൾ HDയിൽ ഷൂട്ട് ചെയ്യാം. അത് 4Kയിലാവുമ്പോൾ 34 മിനിറ്റ് ആകുമെന്ന് നിക്കോൺ അവകാശപ്പെടുന്നു. നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് കാൽഭാഗത്തോളം ആയിട്ടേ ഉള്ളൂ. എന്നിട്ടും ഇവിടെ നോക്കുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ബോർഡ് കാണാം. നമുക്ക് പോയി നോക്കാം. കന്യാകുമാരിയിലെ രാത്രിയിലത്തെ വൈബ്സ് എങ്ങനെയാണെന്ന് കാണണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ്. ഞാനിപ്പോൾ കന്യാകുമാരിയിലാണ്. വൈബ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ക്യാമറയിലെ ടൈപ്പ് സി കണക്ടർ വഴി പവർ ബാങ്കുകൾ ഉപയോഗിച്ച് പവർ ഡെലിവറി ചെയ്യാമെന്നതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ക്യാമറ ബോഡി മാത്രം 59,895 രൂപയും 1650 ലെൻസോടുകൂടി 73,495 രൂപയും 1650, 50-250 എന്നീ 2 ലെൻസോടുകൂടി 94,495 രൂപയാണ് ഇന്ത്യയിൽ വിൽക്കാവുന്ന പരമാവധി വില. ഞാൻ ആദ്യമായിട്ടാണ് കന്യാകുമാരിയിൽ ഈ ഒരു ടൈമിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വന്നിരുന്നോ? വ്ളോഗേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ക്യാമറയായിട്ട് കൂടി ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതും ഓഡിയോ മോണിറ്റർ ചെയ്യാൻ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തതും ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു വ്യൂ ഫൈൻഡർ കുറവും വല്ലാതെ എന്നെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള മറ്റു ഫീച്ചേഴ്സ്, അതും ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന വിലയ്ക്ക് ഇത്ര കിടിലൻ ക്യാമറ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഈ ക്യാമറയുടെ കൂടെ വരുന്ന DXVR ലെൻസുകൾ നല്ല രീതിയിൽ സ്റ്റെബിലൈസേഷൻ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് ഇൻബോഡി സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് ഒരു പരിധിവരെ പ്രശ്നമല്ലാതാകുന്നുണ്ട്. എന്നാലും നിക്കോണിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഒരു ഹെഡ്ഫോൺ കൂടെ ഇതിൽ വയ്ക്കാമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ കണ്ടന്റ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. തുടർന്നും ഇതുപോലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ഗാഡ്ജറ്റുമായി വീണ്ടും കാണാം. ഞാൻ Ptmilton, ഇത് Miltography. ബൈ ബൈ.